baby, made us a place of our own desire. You had too much, but I won't say it. We all have our own medicine. Watching the cars to records playing. Where are they going this time of the night? That shit dance even though I hate it. Holding you like I do. Falling again, falling again. I'm not scared to say so. Play it again, play it again. The music sounds like our love. The music sounds like our love. The ocean rain is soft and tragic, like the night you drove off in your car. We found a love there inside the madness, and it won't die so easy. Falling again, falling again. I'm not scared to say so. Play it again, play it again. The music sounds like our love. The music sounds like our love. Music sounds like music sounds strung up some lights in LA, baby. Made us a place of our own desire.
സൃഷ്ടാവുമാകുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ
ജീവനിറ്റ് പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയുമാകാതെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും
വിശുദ്ധാപുരത്തിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവിൻ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയക്കാരായ വിവാഹത്തിന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാർ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമില്ല, എന്റെ മണിക്കൂർ ഇനിയും ആയിട്ടില്ല. ഈശോയുടെ അമ്മ പരിശോധനയോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നതെല്ലാം അത് ചെയ്യും. യഹൂദർ ശുദ്ധീകരണത്തിന് വെള്ളം തളിക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം തളിക്കരുതെന്ന് ഈശോ അവിടെ കൽപ്പിച്ചു. അവ മേലെല്ലാം അക്കോളം തളിച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ അടുത്തുകൊണ്ട് ചെല്ലുകയെന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ വിളിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പ്രചാരം ഇറങ്ങിയിരുന്നു. കലവറക്കാരൻ അണുവാനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അത് നിങ്ങൾക്ക് ലഹരി പിടിച്ചു വരുമ്പോൾ താഴ്ന്നു തരൂ. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്നെ മഹത്വം വെളിപ്പെടുത്തി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയക്കാരാൻ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇമ്പമുള്ള കുടുംബത്തിനിവിടെ അഖിലും നീലും ഈ വിശുദ്ധ അൽത്താരയുടെ മുന്നിൽ നിന്ന് ആരംഭം കുറിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇവർക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഒത്തിരി സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയും. ഒരു കുടുംബജീവിതം എന്ന് പറയുക, ആ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹദായകമായി തീരണമെങ്കിൽ 3 കൊച്ചു കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ സ്വീകരിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേര് വിവാഹമെന്ന കൂതാശയോടെ വിവാഹ ജീവിതം നയിക്കുന്നവരാണ്. അവരും അവരുടെ ജീവിതത്തിൽ സ്വീകരിച്ച കൊച്ചു കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന 3 കൊച്ചു കാര്യങ്ങൾ. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുക, പരസ്പരം അംഗീകരിക്കുവാൻ തയ്യാറാണ്. പരസ്പരം അംഗീകരിക്കുമ്പോഴാണ് ഒരു കുടുംബജീവിതം ഏറ്റവും അർത്ഥപൂർണമായി തീരുകയും സമാധാനപൂർണമായി തീരുകയും ചെയ്യുക. കാരണം ഒരാളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ കാണും. എന്റെ ജീവിത പ്രകാരം ഇതുപോലെ സ്വഭാവമുള്ള വ്യക്തിയായിരിക്കണം, ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം എന്നൊക്കെ വലിയ സ്വപ്നത്തോടു കൂടിയായിരിക്കും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക. ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണുന്ന പോലെയുള്ള വ്യക്തികളെ നമുക്ക് കിട്ടാതിരിക്കാം. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആ ലഭിച്ച ജീവിത പങ്കാളിയെ അംഗീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. കാരണം ദൈവം പറഞ്ഞാണ് ഇവിടെ 2 പേരെയും ഒരുമിച്ച് ചേർക്കുക. ദൈവത്തെ അറിയാൻ ഇവർക്ക് 2 പേർക്ക് പലതരത്തിലുള്ള കുറവുകളുണ്ട്. ആ കുറവുകളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇവരെ ദൈവം ഒരുമിച്ചാക്കുക. അപ്പോൾ ഒരുമിച്ച് ദൈവം ഇവരെ ആക്കുമ്പോൾ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുക, ആ കുറവുകൾ എന്താണ് മനസ്സിലാക്കി അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ കുടുംബജീവിതം സന്തോഷമായി തീരുക. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ 1ാമത്തെ കാര്യം എന്ന് പറയാൻ പരസ്പരം അംഗീകരിക്കുക. ജീവിത പങ്കാളികളുടെ കുറവുകൾ എന്താണെന്ന്, എന്തൊക്കെയാണ് എന്റെ ജീവിത പങ്കാളി കുറവുകൾ, ആ കുറവുകൾ മനസ്സിലാക്കി അതിനെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനെ അംഗീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബജീവിതം സന്തോഷകരമായി തീരും. 2ാമതായി പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. നാം ഇന്ന് വായിച്ചു കേട്ട യോഹന്നാന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രശ്നം എന്ന് പറയുക വീഞ്ഞില്ല എന്ന കുറവായിരുന്നു. ആ വീഞ്ഞില്ല എന്ന കുറവ് ആദ്യം മനസ്സിലാക്കിയത് പരിശുദ്ധ അമ്മയാണ്. അവിടെ പല സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടുത്തെ യഥാർത്ഥ പ്രശ്നം വീഞ്ഞില്ല എന്ന കുറവാണ്. അത് കുറവ് പരിശുദ്ധ അമ്മ മനസ്സിലാക്കുക മാത്രമല്ല, അത് പരിഹരിക്കാൻ പറ്റുന്ന വ്യക്തിയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മ അത് എത്തിക്കാൻ ശ്രമിച്ചത്. അത് പരിഹരിക്കാൻ പറ്റുന്നത് ഈശോയാണെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അത് പരിഹരിക്കാൻ പറ്റുന്ന ഈശോയുടെ മുമ്പിൽ എത്തിച്ചത്. പ്രിയമുള്ളവരെ, ഈ കുടുംബജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ കിടന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ പലതരത്തിലുള്ള വീഞ്ഞിന്റെ മുറിവുകൾ കാണും. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം, ആരോഗ്യ പ്രശ്നങ്ങളാകാം, മറ്റു പല പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ കുടുംബജീവിതം മുന്നോട്ട് പോകാറുണ്ട്. അത് കൃത്യമായിട്ട് കണ്ടെത്തുവാൻ സാധിക്കുക പരിശുദ്ധ അമ്മയ്ക്ക്. അപ്പൊ പരിശുദ്ധ അമ്മയെ നമ്മൾ മുറുകെ പിടിക്കുവാണെങ്കിൽ
ഈ പരിശുദ്ധ അമ്മ അത് കൃത്യമായിട്ട് നമ്മെ വെളിപ്പെടുത്തി തരികയും അത് ഈശോയുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന് പരിഹാരം ചെയ്തു തരികയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കണ്ടുപിടിക്കുക. ജീവിതത്തിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരുമിച്ചിരുന്ന് ജപമാല ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിലൊക്കെ വിദേശത്ത് ജോലിയൊക്കെ ആയിരിക്കുന്ന അവസരത്തിൽ ഒരുമിച്ച് കുട്ടിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഒരുമിച്ച് ജപമാല ചെല്ലാൻ പറ്റാത്തവർ എന്നാൽ പോലെ എപ്പോഴെങ്കിലും സമയം കണ്ടുപിടിച്ച് രണ്ടുപേരെ ഒരുമിച്ച് അഖിലേന്ത്യയിലും ഒരുമിച്ചിരുന്ന് ഒരു ജപമാല ചെല്ലുവാൻ ഇന്ന് മുതൽ തയ്യാറാകണം. അങ്ങനെ പരിശുദ്ധ അമ്മയെ മുന്നിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായി തീരും. മൂന്നാമത്തെ ചിന്ത എന്ന് പറയാൻ, ചിലതെല്ലാം കണ്ടില്ല കേട്ടില്ലെന്ന് വയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം എന്തുകൊണ്ട്? രണ്ടുപേരും വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാ, വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വരുന്നവരാ. അഖിലിന്റെ വീട്ടിലെ സാഹചര്യം ആയിരിക്കത്തില്ല നീനുവിന്റെ വീട്ടിലെ, നീനുവിന്റെ വീട്ടിലെ സാഹചര്യം ആയിരിക്കത്തില്ല അഖിലിന്റെ വീട്ടിലെ. രണ്ട് വീട്ടിലും വ്യത്യസ്ത സാഹചര്യമായി, കാരണം വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നവരാണ്. അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ സ്ഥാപിക്കും. അപ്പോൾ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ഈ സംസ്കാരമെല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിലതെല്ലാം കണ്ടില്ല കേട്ടില്ലെന്ന് വയ്ക്കുവാൻ സാധിക്കണം. കാരണം എൻ്റെ വീട്ടിൽ ഇതുപോലെയായിരുന്നു, അതെല്ലാം ഈ വീട്ടിൽ ലഭിക്കണമെന്നൊരു ചിന്ത വെച്ചോട്ട് പോകുമ്പോൾ പലപ്പോഴും അവിടെ പ്രശ്നമുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങളെല്ലാം കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബജീവിതം സന്തോഷകരമായി പോകും. കാരണം അഖില വീട്ടിലെ മാതാപിതാക്കളുടെ രീതിയായിരിക്കുന്നില്ല നീവിന്റെ വീട്ടിലെ. അങ്ങനെ നാത്തൂന്മാരെ ആണെങ്കിൽ പെരുമാറെ ആണെങ്കിൽ എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തതയിൽ നമ്മൾ ചിലതെല്ലാം കണ്ടില്ല കേട്ടില്ല വെക്കുമ്പോഴാണ് ആ കുടുംബജീവിതം സന്തോഷകരമായി തീരുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ സ്വീകരിക്കണം. ഒന്ന്, പരസ്പരം അംഗീകരിക്കുവാൻ തയ്യാറാകണം. രണ്ട്, പരിശുദ്ധ അമ്മയെ മുന്നിൽ പഠിക്കാൻ സാധിക്കണം. മൂന്നാമതായി, ചിലതെല്ലാം കണ്ടില്ല കേട്ടില്ല വെച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അങ്ങനെ നല്ലൊരു സമാധാനപൂർണ്ണമായ തിരുകുടുംബം പോലെ സമാധാനപൂർണ്ണമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഈ അഖിലിനും നീതിക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. അഖിലിന്റെ കുടുംബം ഈ കൂടലിടവകയുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ്. പ്രത്യേകിച്ച് അഖിലിന്റെ പപ്പ 2 വർഷമായിട്ട് പള്ളി കമ്മിറ്റി അംഗമാണ്. പഞ്ചായത്ത് മെമ്പറാണെങ്കിലും പള്ളിയിലെ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും സഹകരണത്തോടെ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. 2 വർഷം ഇവിടെ പ്രൊസസ്സനായിരുന്ന അവസരത്തിൽ അദ്ദേഹം എല്ലാ കാര്യത്തിലും സജീവമായി പങ്കെടുത്തിരുന്നു. അഖിലും അതുപോലെ തന്നെയാണ്. വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിലെ ഏറെ ദീക്ഷതയോടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. സംഘടനയിലെ വലിയ ദീക്ഷതയോടെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. എന്ത് കാര്യത്തിൽ ചോദിച്ചാൽ ഓടി വരുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും യുവജന പ്രസ്ഥാനങ്ങളെ സഹായിക്കുവാനൊക്കെ സാധിച്ച വ്യക്തിയായിരുന്നു അഖിൽ. പ്രത്യേകിച്ച് അഖിലിനെ പരിചയ അഖിലിന്റെ കൂട്ടുകാരായ സെമിനും ജോസാഹും അവരെ ഒരുമിച്ച് വീഡിയോ കോൾ വിളിക്കുന്ന അവസരത്തിൽ അഖിലിനെ കണ്ട് വർത്തമാനം പറയാറുണ്ട്. ഇടയ്ക്ക് മാസത്തിൽ ഒന്ന് ഫോൺ വിളിക്കുമ്പോൾ പള്ളി വന്നിരുന്ന പലപ്പോഴും ഫോൺ വിളിക്കുക. അങ്ങനെ വർത്തമാനം പറയുന്ന അവസരം വീഡിയോ കോൾ ചെയ്യുമ്പോൾ അഖിലിനെ കാണുകയും വർത്തമാനം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടവകയുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകുന്ന ഒരു കുടുംബമാണ് അഖിലിന്റെ കുടുംബം. അങ്ങനെ ആ നീനുവിനെ ഈ കുടുംബ ഇടവകയ്ക്ക് നൽകുമ്പോൾ, ഈ പാലാരൂപതയ്ക്ക് നൽകുമ്പോൾ ദൈവത്തിന്റെ ഒരു സമ്മാനമാണെന്ന് നമുക്ക് പ്രത്യേകമായി ആശംസിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും രണ്ടുപേർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയും ഇവിടെ മുമ്പ് പ്രശസ്തമാരായിരുന്ന എല്ലാ മഹിളകളുടെ പേരിലുള്ള എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഇവർ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു.
മിശിഹായുടെ നിയമം തിരിച്ചുള്ള നടപടിയും അനുസരിച്ച് സ്വന്തമായ മനസ്സോട് പൂർണ്ണമായ സമത്തോടു കൂടി മരിയ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയ മിശിഹായുടെ നിയമം തിരിച്ചുള്ള നടപടിയും അനുസരിച്ച് സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമത്തോടു കൂടി മാധുരി നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാകുന്നു. നിങ്ങൾ തമ്മിലൂടെ ഉടമ്പടി അടയാളമായി പരസ്പര ബന്ധകരം ചേർത്ത് വയ്ക്കുകയും അപരാധത്തിനെയും സഹായിക്കുകയും യാക്കോബിന്റെ ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോട് മനസ്സിലായതോട് കൂടി കുടുംബത്തെ നയിക്കുവാൻ നമ്മുടെ കർത്താവായ മിശിഹായുടെ വിവാഹത്താൽ പ്രതിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണവഴി തിരുസഭയെ മതമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മതവന്മാരെ ഒന്നിപ്പിക്കുന്ന താരെയും ദയാപൂർവ്വം ആശ്രദിക്കണമേ. ഐക്യത്തിന് പ്രത്യേകമായ താരെ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കും കുരിശുമെടുക്കാൻ ശക്തി നൽകട്ടെ. ഇതിവിടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, നിബന്ധനയുടെ സ്നേഹത്തിന്റെ അടയാളമായി ഒരു പരിശുദ്ധ മോദനങ്ങളെ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാപരത്തിന്റെ സ്രോതസ്സാൽ പരിശുദ്ധാത്മാവിനെ അനുഗ്രഹിക്കാൻ കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹം വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മനവാട്ടിയ പരിസഭയെ മൗഢ്യത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തെ നിഷ്കളങ്കരായ ജീവിതത്തെ സ്വർഗ്ഗത്തിൽ മൗഢ്യത്തിൽ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തന്നെ ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് സമ്പന്നനാകട്ടെ. ഭരണകർത്താവ് സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിൽ എല്ലാ പ്രവർത്തനവും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളെ ചൊല്ലിക്കട്ടെ.
ദൈവത്തിന് നൽകുന്ന മക്കളെ സന്തോഷപരം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധമാർഗത്തിൽ നയിക്കുന്നതിനും അവർ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്യുന്ന കാരണം
ചെയ്യുമാറാകട്ടെ. വിവാഹമെന്ന ഉദാസീനമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. വിശുദ്ധ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരമായ സജീവമായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാസ നിങ്ങളെ ശക്തരാകട്ടെ. സന്താന സൗഭാഗ്യമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൊണ്ടായ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം പൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകൾ പ്രതീക്ഷകൾ അവിടുന്ന് സഫലമാവുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗ്ഗപ്പെടുവരിൽ അവരുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുത്തപ്പെടുത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Oh, this heart of mine was made for you. I keep falling in love. Dreams should take some time, but they come true. I keep falling in love. The way I'm feeling, darling, it's like jumping off the edge. A little like free falling. May never catch my breath. All I wanna do is keep falling in love with you. Can't believe my eyes. I finally see. Must be falling in love. Angel in the sky brought to me. Must be falling in love. The way I'm feeling, darling, it's like jumping off the edge. A little like free falling. May never catch my breath. All I wanna do is keep falling in love with you. Ooh.
കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം. കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. കരളിൽ തകിലടിച്ചു സഹജിൽ ഉത്സവ മത്സരമായി ഉള്ളുത്തുടി തുടിച്ചു വന്നല്ലോ കല്യാണം. അമ്മിളി ചന്ദനക്കിണ്ണം സഹിറം നിറഞ്ഞ വെണ്ണിലവിൽ ചിരിമഴ നനയാൻ വന്നല്ലോ കല്യാണം. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം. കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. പൂന്തേൻ നിലവേ പോരൻ മുത്തിൻ കല്യാണത്തിന് കൂടാൻ. ആതിരരാവിൽ നിറപ്പിരിത്തുവൽ പോലെ നേട്ടമില്ലയോ. ഹൃദയ മധുരമണികയിലെന്റെ ദേവനാരു നീ. Good afternoon to everyone. Welcome all of you have gathered here to bless the new married couple, Akhil and Mini, the real stars of the day, who are approaching the stage. Now, ladies and gentlemen, the much-awaited moment has finally arrived. The absolutely gorgeous bride and groom together are onto the stage for the grand reception ceremony arranged by the Munudunadal family. Let's give a loud round of applause to welcome the couple on the dais. Akhil Seka and Mini Chichi, first of all, congratulations for the new commitment you have taken in your life. As a part of formality, I would like to introduce the newly wedded couple to the gathered audience. ആദ്യമായി ഞാൻ വരനെ സദസ്സിനെ പരിചയപ്പെടുത്തട്ടെ. വയലാർ മൂന്നുതുണ്ടത്തിൽ ജോയ്സൺ എന്ന് വിളിക്കപ്പെടുന്ന മത്തായി മാത്യു, മിനി മാത്യു ദമ്പതികളുടെ മൂത്ത മകൻ അഖിൽ മാത്യു എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പു. He is working in Canada as an IT professional. Let me introduce our pretty bride, Neenu, to you all. She is the second daughter of Mr. N.M. Marcos and Mrs. Susama Marcos of Narimandathil family in Kalla, in Katakana. She is also an IT professional in Canada. ഈ ചടങ്ങുകൾക്ക് മിഴിവേകിയ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യ സഹകരണങ്ങൾക്ക് കുടുംബങ്ങളുടെയും നാടുടെയും മധ്യത്തിലെ കുടുംബങ്ങളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. See the rebel in you. See the rebel in me. This river runs so deep, just a ripple in the sea.
coming clean. See the shimmer in you. See the shimmer in me. We're reflecting the light like a shimmer in the night. Spending time on the shore. I just want so much more. Life is flowing too fast. It's hard to make it last. We come and go, we chase the sun, but on the river, forever young. We find and lose and fall between, but on the river, we're running free. We're running free. Oh, grass and birch bark, good when it gets dark. I see the fire in your eyes. Water in motion, back to the ocean. Wish we were frozen in time. Wish we were frozen in time. Clear blue water, high tide came and brought you in, and I could go on and on, on and on, and I will. Skies grew darker, currents swept you out again, and you were just gone and gone, gone and gone. Inside it screams and wildest dreams. I never dreamed of this. This love is good, this love is bad, this love is a light back from the dead. These hands had to let it go free, and this love came back to me. Oh, oh, oh. ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ സിന്ദൂരച്ചേരോടെ പോരു പെണ്ണാളെ. മുബാരക് ढोल उठाओ रे.
ഒന്ന് ചിറ്റിയടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടിമിന്നലെറിഞ്ഞാട്ടെ ചിലമ്പൊളിക്കാട്ടെ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടിമിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാടയാൽ മുത്തിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ ഭീഗി 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 love you baby hi biggy 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 love you baby മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് മനമറിയുന്നോള് ഇവളാ കെട്ടിയോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് കനവില് വന്നോള് നിൻ കരളായി പോന്നോള് പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള് ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള് പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള് ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം അവർക്കിനി എന്നും പെരുന്നാള് അനുഗ്രഹം വേണം പുണ്യാള ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളെ ഇനി ഒളി കണ്ണെറിയരുതേ നോക്കി നിന്നതും പെണ്ണിനുള്ളിൽ തന്നെ തിന്നത്തും പയ്യാരും പിന്നെ കാട്ടടോ മക്കാറും ബുക്കാറും നാളെ കാട്ടടോ നല്ലേ അല്ലേ അല്ലേ ഒത്തുകൂടലേ As you walk down so many different changing roads, may the sunlight follow you wherever you go. May the laughter greet you like a morning song. Where you lay your head, may it feel like home. In the highs and in the lows,
side. May your heart be filled with wonder every day. That life be so good that the stories fill up every page. And as the north wind leads you to some distant shore, may you always find what you're looking for. In the highs and in the lows, moving fast or moving slow, may your roads be filled with light, and may peace be by your side. In the highs and in the lows, moving fast or moving slow, may your roads be filled with light, may peace be by your side, may peace be by your side, may peace be by your side. I was searching for an open door. I was looking for a piece of mind before time had come. Like a storm I raged that night. In the dark I came undone. Oh, this house I'm in my own time. So blue, like a rose in a riverbed. We were standing in the freezing rain. Honey, how could I forget? In the distance were the warning bells, but I knew that you weren't caving yet. I know you're all I have. So blue, like a rose in a riverbed. പൂനെയിൽ ടൈഫോയിഡ് പിടിച്ച് കിടന്ന എന്നെ ടൈഫോയിഡ് പിടിച്ച് കിടന്ന നീനുവിനെ ശുശ്രൂഷിക്കാനായി ആശുപത്രിയിൽ പോയത് അങ്ങനെയാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്.